നമുക്കിന്ന് വായിൽ കപ്പലോടിക്കുന്ന ഒരു കിടിലനായിട്ട് തയ്യാറാക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ അവരെയൊക്കെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റിയ കിടുവായിട്ടാട്ടോ. ഞാൻ അതിനായിട്ട് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങാൻ വേണ്ടി ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇപ്പം നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് ഉടച്ചതിന് ശേഷം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്യുക. അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടെ ഇതുപോലെ ഒന്ന് നെയ്യിൽ വറുത്ത് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് നെയ്യിൽ കുറച്ച് റവയൊന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ചതച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതീയിലിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ നമ്മുടെ ഏത്തപ്പഴത്തിന്റെ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നനക്കി കൊടുക്കാവുള്ളൂ, നമ്മുടെ ബോൾസ് ചിലപ്പോൾ അലുത്ത് പോകും. അപ്പം അതുകൊണ്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ചൂടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ തണുത്ത് സെറ്റായിട്ട് കുടിക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച മുന്തിരിങ്ങയും ക്യാരറ്റും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഒന്നുമല്ല, നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ അന്നേരം ട്രൈ ചെയ്യാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രം ചേർത്ത് തന്നേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.